പാലക്കാട് ബ്രൂവറിയിൽ CPI ജില്ലാ ഘടകത്തെ തള്ളി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബ്രൂവറി നയമാണ്, മദ്യം നിർമ്മിക്കുന്നതിന് CPI എതിരല്ലെന്ന് ബിനോയ് വിശ്വം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുത് എന്ന CPI ആവശ്യം CPM അംഗീകരിച്ചുവെന്നും ബിനോയ് വിശ്വം. കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ വരാവൂ എന്നുള്ളത് LDF തീരുമാനമായിട്ട് മാറി. എല്ലാം അങ്ങനെയല്ല. ബ്രൂവറി എന്നുള്ളത് നയമാണ്. ഒരുപാട് ബ്രൂവറികളുടെ ആവശ്യകത എന്ന് പറയുകയല്ല. പക്ഷേ വിദേശ മദ്യം ഇവിടെ വരുന്നുണ്ട്, പുറത്തുനിന്ന് കർണാടകത്തിൻ്റെ, തമിഴ്നാടിൻ്റെ എല്ലാം ഒരുപാട് മദ്യം വരുന്നുണ്ട്. ഇവിടുത്തെ ആവശ്യത്തിന് തികയുന്നില്ല ഇവിടുത്തെ മദ്യം. അതുകൊണ്ട് മദ്യം നിർമ്മിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരായിട്ട് നിൽക്കുകയില്ല. അത് LDFിൻ്റെ നയമായിട്ട് LDF വ്യക്തമാക്കിയതാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പാലക്കാട്ട് CPI ജില്ലാ എക്സിക്യൂട്ടീവ് ശക്തമായ നിലയിൽ എതിർക്കുകയാണ് ചെയ്തത്. ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കുടിവെള്ള പ്രശ്നം അവിടെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകുന്നതിനെ ജില്ലാ ഘടകം ശക്തമായി എതിർത്തു. എക്സൈസ് മന്ത്രിയുടെ നയത്തെയും CPI ജില്ലാ എക്സിക്യൂട്ടീവ് എതിർത്തു. പക്ഷേ ഇന്ന് ബിനോയ് വിശ്വം ജില്ലാ ഘടകത്തെ തള്ളിക്കൊണ്ടാണ് ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തിയത്. CPI മദ്യത്തിനെതിരല്ല, സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് CPM ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മദ്യനിർമ്മാണ കമ്പനിയുമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ, അങ്ങനെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട്. ശിവദാസ്. തീർച്ചയായും വിനോദ്, അത്തരത്തിൽ തന്നെയാണ് പാലക്കാട് CPIയുടെ ജില്ലാ ഘടകത്തിൻ്റെ തീരുമാനങ്ങളെയും അവരുടെ നിലപാടുകളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ബ്രൂവറി അത് ഒരു നയമാണ്, ആ നയത്തിനൊപ്പമാണ് LDFിലെ എല്ലാ ഘടകകക്ഷികളും, CPI അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും ആ നയത്തിനൊപ്പമാണ് എന്നാണ് പ്രധാനമായും ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. മദ്യ നിർമ്മാണ കമ്പനിക്ക് എതിരല്ല, അല്ലെങ്കിൽ മദ്യം കേരളത്തിൽ നിർമ്മിക്കുന്നതിന് CPI എതിരല്ല എന്ന് പ്രത്യേകമായി ബിനോയ് വിശ്വം പറയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ മദ്യം കുറവാണ്, ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവാണ് കേരളത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത. അതുകൊണ്ട് തന്നെ മദ്യം നിർമ്മാണത്തിന് CPI എതിരല്ല എന്ന് പറയുന്നു. പക്ഷേ നിലവിൽ നേരത്തെ നമുക്കറിയാം CPI ജില്ലാ എക്സിക്യൂട്ടീവ് വളരെ ശക്തമായി തന്നെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പാലക്കാട് ജില്ലാ ഘടകം രംഗത്ത് വന്നിരുന്നു. ശക്തമായി തന്നെ അക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലം അടുത്താൽ വലിയ രീതിയിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായൊരു ജില്ല കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാലക്കാട് കുടിവെള്ളത്തെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിൽ ഇവിടെ നിർമ്മാണ കമ്പനിക്ക് വലിയ രീതിയിൽ തന്നെ ജലം ലഭ്യമാകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും പാലക്കാട് ജില്ലാ ഘടകം, CPI ജില്ലാ ഘടകം ഈ ഒരു നിർമ്മാണ കമ്പനി വരുന്നതിനെ ശക്തമായി തന്നെ എതിർത്തത്. വലിയ രീതിയിൽ തന്നെ പരസ്യമായി തന്നെ അവർ തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു എതിർപ്പ് പരസ്യമായി തന്നെ ഇപ്പോൾ CPI ജില്ലാ സംസ്ഥാന സെക്രട്ടറിയും അതിനെ ബദലായി തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. CPMൻ്റെ അതേ നിലപാട് തന്നെയാണ് CPIക്കും ഇക്കാര്യത്തിൽ ഉള്ളത്. മദ്യനിർമ്മാണത്തിന് CPI എതിരല്ല എന്ന് പറയുന്നു. മദ്യം കാരണം കേരളത്തിൽ നിർമ്മാണം വളരെ കുറവാണ്, ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ നയങ്ങൾക്കൊപ്പമാണ്, ബ്രൂവറി ഒരു നയമാണ്, ആ നയത്തിന് ഒപ്പമാണ് CPI ഉള്ളത് എന്നാണ് പറയുന്നത്. പ്രധാനമായും നമുക്കറിയാം ഇത് ഒരു രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CPIക്കുള്ളിൽ തന്നെ രണ്ട് ഭിന്ന അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിനോദ്. തീർച്ചയായും CPIക്ക് ഇക്കാര്യത്തിലുള്ള ഭിന്നത പ്രകടമാവുകയാണ്. സംസ്ഥാന സെക്രട്ടറി ബ്രൂവറി വരുന്നതിനെ അനുകൂലിക്കുമ്പോൾ CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഈ പുതിയ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. CPIക്ക് ഉള്ളിൽ തന്നെ വിഷയത്തിൽ ഭിന്നത രൂപം കൊള്ളുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.